നമ്മുടെ കർത്താവിന്റെ തിരുനാമത്തിൽ നിങ്ങൾ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. यीशु मसीह के पाक नाम में आप सबों का स्वागत करते हैं, अभिनंदन देते हैं. എല്ലാവരും നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ ഒരു വ്യത്യസ്തത വേണമല്ലോ, അതുകൊണ്ട് ഞാൻ ഇരുന്ന് പ്രസംഗിക്കുക. मेरे में कोई दिक्कत नहीं है, लेकिन कुछ अलग भी तो होना चाहिए, इसलिए बैठकर प्रचार कर रहा हूं. ഇങ്ങനെയുള്ള അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. और ऐसे मौके भी मिल जाते हैं, इसलिए प्रभु का धन्यवाद. ഹാർവസ്റ്റ് മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് 25 വർഷങ്ങൾ പൂർത്തീകരിക്കാൻ സർവശക്തൻ കൃപ ചെയ്തു. परमेश्वर ने मदद करी कि 25 साल हार्वेस्ट मिशन को पूरा करने का सौभाग्य मिला. ഒന്നാം നാൾ മുതൽ ഇതുവരെയും കൂടെ ഇരുന്ന ദൈവവും പരിശുദ്ധാത്മാവും തുടർന്നും കർത്താവിന്റെ മേഘപ്രത്യക്ഷത വരെയും കൂടെ ഇരുന്ന് തന്റെ പ്രവൃത്തി തികച്ചെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. पहले दिन से जो परमेश्वर का आत्मा और परमेश्वर इस मिशन के साथ रहा, मेरी प्रार्थना है कि प्रभु के दिन तक वो इसे चलाता रहे, साथ रहे. പാസ്റ്റർ ബാബു ജോണും അദ്ദേഹത്തിന്റെ സഹോദരൻ ബിജു ജോണും ചേർന്നപ്പോൾ ശക്തമായ ഒരു പ്രവർത്തനത്തിന് ഇന്ത്യയിൽ നേതൃത്വം കൊടുക്കുവാൻ സാധിച്ചു. जब पास्टर बाबू जॉन और बिजू जॉन एक हो गए तो एक शक्तिशाली अगुवापन इस भारत के क्षेत्रों में मिलने का, देने का सौभाग्य मिला. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് ശുഭവും മനോഹരവും എന്നാണ് സങ്കീർത്തനം പഠിപ്പിച്ചത്. भजनकार इस प्रकार कहता है कि भाइयों का मिलजुल कर रहना भली बात है. എന്നാൽ അത് ഇത്രമാത്രം മനോഹരവും ശക്തവുമാകുന്നു എന്ന് ഈ രണ്ട് സഹോദരങ്ങൾ തെളിയിച്ചിരിക്കുന്നു. लेकिन इन दो भाइयों ने साबित किया है कि जब भाई मिलते हैं तो सुंदर नहीं, अति सुंदर ऐसा भी होता है. സ്വർഗം അവരുടെ ദർശനങ്ങളെ ഇനിയും ശക്തീകരിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യട്ടെ, അവരെ കുടുംബങ്ങളായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. मैं प्रार्थना करता हूं कि परमेश्वर उनके प्रयासों को, उनके मिशन को और भी सफलता प्रदान करे, परिवारों को प्रभु आशीष देने पाए. ജെഫ് ലെസ്ലി ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. परमेश्वर के दास जेफ लेस्ली के लिए प्रभु का धन्यवाद. അദ്ദേഹത്തോടു കൂടി പല മീറ്റിംഗുകൾ കൂടിയിട്ടുണ്ട്. And many meetings we've been together. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. And I had a privilege to dine with you at your home. Praise the Lord. അദ്ദേഹത്തിന് വന്ദനം ചൊല്ലുന്നു. And my greetings to you also, Pastor. അമേരിക്കയിൽ നിന്ന് വന്ന പേര് മോഡൻ. ഇവരെ രണ്ടുപേരെയും ക്രിസ്തു യേശുവിൽ വന്ദനം ചൊല്ലുന്നു. Greet Pastor Matt and Tina also. കർത്താവിൽ എൻ്റെ സ്നേഹിതനായ പാസ്റ്റർ PM ജോൺസന് വന്ദനം ചൊല്ലുന്നു. पास्टर PM जॉनसन के लिए भी मैं प्रभु का धन्यवाद करता हूँ. ദീർഘവർഷങ്ങൾ അദ്ദേഹം കർത്താവിന്റെ ശുശ്രൂഷയിൽ തുടരുന്നു. काफी साल हो प्रभु की सेवकाई में उन्हें हो चले हैं. 55 വർഷങ്ങൾ അദ്ദേഹം ഈ മിനിസ്ട്രിയിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു. 55 साल उन्होंने सेवकाई में पूरे कर लिए हैं. ദൈവം എത്ര വലിയവൻ! परमेश्वर हमारा महान है. എനിക്ക് വളരെ സന്തോഷമുണ്ട് മിസ്റ്റർ റസൽ സാറിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. मैं रसल सर के लिए प्रभु का धन्यवाद करता हूँ. അദ്ദേഹം ക്രൈസ്തവ ചിന്ത എന്ന പത്രത്തിന്റെ ചീഫ് എഡിറ്ററും നല്ല സുവിശേഷാത്മാവുള്ള ഒരു ദൈവഭൃത്യനുമാണ്. और एक मसीही पत्रिका क्राइस्तव चिंता के एक प्रमुख संपादक हैं और अपनी सेवा को निभा रहे हैं. അദ്ദേഹത്തിന്റെ വൈഫ് ഡോക്ടർ ഓമന റസലിനെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. आपकी पत्नी डॉक्टर ओमना रसल के लिए प्रभु का धन्यवाद. നല്ല ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും ഇപ്പോഴും നിരവധി പുസ്തകങ്ങൾ ലേഖനങ്ങളൊക്കെ എഴുതുന്ന ആ സഹോദരിയുടെ കഴിവുകൾക്ക് മുമ്പിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. मैं प्रभु का धन्यवाद करता हूं कि आप विश्वविद्यालय की प्राध्यापिका हैं और आज भी कई सारे ऐसे लेख और पुस्तकें लिखने में वो मग्न हैं. ഈ സദസ്സിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരെയും പേര് ചൊല്ലി വന്ദനം ചൊല്ലുന്നു. यहाँ पर बैठे हुए हर एक व्यक्ति को मैं नाम दर नाम मेरा अभिवादन देता हूं. ഈ പ്രോഗ്രാമിൽ എന്നെ ക്ഷണിക്കുകയും ഇതിലേക്ക് വന്നു ചേരുവാൻ സാധ്യമാക്കി തീർക്കുകയും ചെയ്തതിൽ ഞാൻ ദൈവത്തിനും ഈ സഹോദരങ്ങൾക്കും നന്ദി പറയുന്നു. इस कार्यक्रम में यहाँ पर आकर भाग लेने का मुझे जो न्योता मिला उसके लिए परमेश्वर का पहले और इन भाइयों का भी धन्यवाद करना चाहता हूँ. 51 പരം വർഷങ്ങളായി പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലുള്ള ഈ ശുശ്രൂഷ ഞാൻ ചെയ്തു വരുന്നു. और पिछले 51 साल से पवित्र आत्मा से भरी हुई सेवकाई को मैं करने में लगा हूँ. എന്റെ വൈഫ് മോളിയും എന്നോട് കൂടെ വന്നിട്ടുണ്ട്. और आपकी पत्नी मोली भी मेरे साथ में आई है. എന്റെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യത്തിലും എന്നോട് കൂടെയുണ്ട്. मेरी जिंदगी के हर हालात में वो मेरे साथ रही हैं. സർവശക്തന്റെ കൃപകൾ നമ്മൾ എല്ലാവരോടും കൂടെ
ഇരിക്കട്ടെ. और सर्वशक्तिशाली परमेश्वर का अनुग्रह हम सबके साथ बना रहे. ഈ ശുശ്രൂഷയ്ക്ക് പ്രത്യേക ചിന്താവിഷയം ഉണ്ടോ എന്ന് ഞാൻ പാസ്റ്റർ ബാബു ജോണിനോട് ചോദിച്ചു. मैंने पास्टर बाबू जोन से पूछा कि क्या हमारे इस बार के प्रोग्राम का कोई विषय है. അദ്ദേഹം അതിന് ഒരു ചിന്താവിഷയം എനിക്ക് നൽകി തന്നു. और उन्होंने मुझे एक विषय बताया. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ നിന്നാണ് അദ്ദേഹം അന്ന് എന്നോട് സംസാരിച്ചത്. और उस दिन उन्होंने मुझे एस्तेर 4 के 14 में से कुछ बताया. ആ വചനഭാഗം ഒന്ന് വായിക്കുന്നു. और वही वचन का भाग मैं पढ़ना चाहता हूं. വായിക്കുന്നു, സ്ക്രീനിലുണ്ടോ? क्योंकि जो तू इस समय चुपचाप रहे तो और किसी न किसी उपाय से यहूदियों का छुटकारा और उद्धार तो हो जाएगा, परंतु तू अपने पिता के घराने समेत नष्ट हो जाएगी. क्या जाने तुझे ऐसे ही कठिन समय के लिए ये राजपद मिला हो. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. क्या पता ऐसे ही समय के लिए आप इस राजपद पर आई हो. ഇങ്ങനെയുള്ള ഒരു കാലം. एक ऐसा समय. എങ്ങനെയുള്ള കാലം? कैसा समय? അതിന്റെ വിശദീകരണത്തിലേക്ക് നാം പോവുകയാണ്. उसको हम थोड़ा और जानने जा रहे हैं. അത് അതിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പുസ്തകത്തിൽ നിന്ന് തന്നെ അതിന്റെ ചരിത്രം ഒന്ന് നമുക്ക് ചിന്തിക്കാം. उसकी गहराई में उतरने से पहले उसके पृष्ठभूमि को इसी पुस्तक से हम सीखते हैं. 2400-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു ചരിത്രമാണ് ഈ പുസ്തകത്തിലുള്ളത്. 2400 साल पहले का इतिहास इस किताब में लिखा गया है. BC 486-465 ഇടയിലുള്ള ഏറ്റവും പ്രസിദ്ധമായ ഒരു കാലഘട്ടം. 485 से लेकर 456 ईसा पूर्व के बीच में जो घटनाएं हुई वो यहां लिखी हैं. ഇന്ത്യ മുതൽ എത്യോപ്യ വരെ വ്യാപിച്ചു കിടക്കുന്ന 127 സംസ്ഥാനങ്ങളിലെ ഭരണം നടത്തുന്ന ഒരു രാജവംശത്തിന്റെ ചരിത്രം. हिंदुस्तान से लेकर इथियोपिया तक जो 120 महाप्रांत हुआ करते थे उन पर राज करने वाले एक शासन के अंदर हो रही घटनाएं हैं ये. ഈ ചരിത്രം എഴുതിയിരിക്കുന്ന ഈ പുസ്തകത്തിന്റെ പേര് ഒരു സ്ത്രീയുടെ പേരിലാണ് എഴുതിയിരിക്കുന്നത്. और जब ये घटनाएं हुई इन घटनाओं को ऐसी पुस्तक में रखा गया जिसका शीर्षक एक स्त्री के नाम पर है. വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങളിൽ 2 പുസ്തകങ്ങൾ സഹോദരിമാരുടെ പേരിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. बाइबल की सारी 66 पुस्तकों में से 2 किताबें स्त्रियों के नाम पर लिखी हैं. ഏതൊക്കെയാണെന്ന് പറയാമോ? आप बता सकते हैं वो कौन कौन सी हैं? റൂത്തിന്റെ പുസ്തകവും എസ്തേറിന്റെ പുസ്തകവും. रूत की पुस्तक और एस्तेर की पुस्तक. ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ ഇലക്ഷനെ പോലെ അന്നത്തെ രാജഭരണകാലത്തും പരിശുദ്ധാത്മാവിനും തോന്നി സ്ത്രീ പ്രാതിനിധ്യം ബൈബിൾ രചനയ്ക്കും ബൈബിളിലെ അധ്യായങ്ങൾ രേഖപ്പെടുത്തുന്നതിനും കൊടുക്കണമെന്ന് തോന്നിപ്പോയെന്നാണ് എൻ്റെ ഒരു ചിന്താഗതി. मैं यूं सोचता हूं कि आजकल का जो शासन है जहां पर स्त्रियों की कुर्सी के बारे में भी महत्व दिया जा रहा है, उन दिनों में भी पवित्र आत्मा ने कहीं न कहीं ये भाव दे दिया था कि स्त्रियों को राज का कामकाज में एक स्थान मिलना चाहिए. ഏതായാലും സ്ത്രീ പ്രാതിനിധ്യം ബൈബിളിന്റെ പുസ്തകങ്ങളിലും നമുക്ക് പഠിക്കാൻ കഴിയും. एक बात स्पष्ट है कि बाइबल के पन्ने भी स्त्री के महत्व को बताते हैं. ഈ കാലഘട്ടത്തിനായിട്ടല്ലോ ദൈവം വിളിച്ചിരിക്കുന്നത്. इसी ऐसे समय के लिए तुझे बुलाया गया है. ജെഫ് ലെസ്ലി പറഞ്ഞു, ദൈവം വിളിച്ചു വേർതിരിച്ചവരെ ദൈവം സംരക്ഷിക്കുക തന്നെ ചെയ്യും. परमेश्वर के दास जेफ लेस्ली ने कहा कि जिन्हें परमेश्वर ने बुलाया है उन्हें परमेश्वर जरूर सुरक्षित रखेगा. ആ സംരക്ഷണം ഈ പുസ്തകത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്. और उसी सुरक्षा के बारे में हम इस किताब के अंदर पढ़ सकते हैं. ദൈവം തിരഞ്ഞെടുത്ത ജാതിയോ വ്യക്തിയോ കുടുംബമോ ഏത് ചെറിയ അവസ്ഥയിലാണെങ്കിലും സ്വർഗത്തിന്റെ സംരക്ഷണം അവരോട് കൂടെയുണ്ട്. चाहे एक व्यक्ति या जाति या वर्ग परमेश्वर के द्वारा एक बार चुन लिया जाता है तो सुरक्षा उनको परमेश्वर की मिलती है. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്
ഏറ്റവും പ്രസിദ്ധനായ അഹശ്വേരോഷ് രാജാവിന്റെ ഭരണകാലത്തിലെ 10 വർഷത്തെ ചരിത്രമാണ്. इस किताब के अंदर उस समय के राजा अर्थक्षेत्र नामक उस राजा के 10 साल के शासन के बारे में लिखा है. ഏറ്റവും ലോകപ്രസിദ്ധമായ ശൂഷൻ രാജധാനി और उस समय की एक प्रमुख महानगर या राजधानी शूशन राजगढ़ हुआ करता था. അഹശ്വേരോഷ് രാജാവ് अर्थक्षेत्र राजा वहां का, തന്റെ അതീവ സുന്ദരിയായ ഭാര്യ വസ്തി, और उसकी एक बहुत ही सुंदर पत्नी वस्ती, തന്റെ ഭരണത്തിന് കൈത്താങ്ങൽ കൊടുക്കുന്ന 7 പ്രഭുക്കന്മാർ, और उसके राजकाम में मदद करने वाले 7 प्रमुख अगुवे. അത് സാധാരണ ജനങ്ങളല്ല, അതീവ ജ്ഞാനവും വിവേകബുദ്ധിയും തന്ത്രശാലിത്വവുമുള്ള 7 പ്രഭുക്കന്മാരും ചേർന്നുള്ള ഭരണം. और वो जो 7 लोग थे ये निरे आम लोग नहीं थे, बहुत ही कौशल में, बुद्धि में, अपनी कारीगरी में निपुण व्यक्ति हुआ करते थे. അത് ഈ പുസ്തകത്തിന്റെ ആദ്യ ചരിത്ര ഭാഗം. ये इस किताब का पहला इतिहास. എന്നാൽ സമൂഹത്തിൽ ചിതറിക്കിടക്കുന്ന ഒരു ചെറിയ സമൂഹം യഹൂദ വംശം. लेकिन वहीं पर एक ऐसा यहूदी वर्ग भी जो वहां पर तितर बितर हुआ पड़ा था. യഹൂദ കുലത്തിൽപ്പെട്ട മോർദെഖായി എന്ന ഒരു സാധാരണ മനുഷ്യൻ, उसी यहूदी कुल का मोर्देकाई नामक एक साधारण सा व्यक्ति. അദ്ദേഹം ഗവർണറോ ഭരണാധിപനോ ഒന്നുമല്ല. वो राज्यपाल नहीं था, अधिपति नहीं था, कोई अधिकार नहीं उसके पास. കൊട്ടാരവാതിക്കൽ ഇരിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ, महल के दरवाजे पर बैठने वाला एक साधारण आदमी. ജോലിയിൽ വളരെ താണു നിലവാരത്തിലുള്ളവൻ. यदि नौकरी की बात करें तो बिल्कुल निचले दर्जे पर सेवक नौकरी करने वाला. താൻ കൊട്ടാരവാതിൽക്കൽ ഒന്ന് അവിടെ കിടക്കുന്ന ഒരു വാതിൽ കാവൽക്കാരൻ എന്ന നിലയിലാണെങ്കിലും അവൻ വിശ്വസ്തനായിരുന്നു. अपने काम में वो द्वारपाल था, लेकिन था वो वफादार अपने कार्य में. അവൻ രാജാവിനോട് വിശ്വസ്തനായിരുന്നു. वो राजा के प्रति वफादार था, അവന്റെ കുലത്തോടവൻ വിശ്വസ്തനായിരുന്നു. अपने वर्ग के प्रति वफादार था. ഈ മോർദെഖായി കരുണയുള്ള ഒരു മനുഷ്യനായിരുന്നു. इतना ही नहीं, मोर्देकाई दया से भरा हुआ व्यक्ति था. തന്റെ സഹോദരന്റെ മകളെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഒരു അനാഥയെ തിരഞ്ഞെടുത്ത് വളർത്തി തന്റെ മകളാക്കി കൊണ്ടു നടന്ന ഒരു ദയയും കരുണയുമുള്ള ഒരു മനുഷ്യൻ. जब उसके भाई और उसकी पत्नी का देहांत या जिस भी वजह से वो उनकी बच्ची भतीजी अकेली हो जाती है, उसे गोद लेकर पालने वाला एक दयालु व्यक्ति था वो. എസ്തേറിന്റെ പുസ്തകത്തിലെ 2ാം ചരിത്രം അങ്ങനെ അവരുടെ പേരിൽ തുടരുന്നു. और एस्तेर की किताब का दूसरा इतिहास मोर्देकाई के नाम से शुरू होता है. മോർദെഖായിയും തന്റെ സഹോദരപുത്രി എസ്തേറും എന്ന ഒരു ചരിത്രം സൃഷ്ടിച്ചവരുടെ ഒരു അവസ്ഥ നമുക്ക് പഠിക്കാം. मोर्देकाई और उसकी भतीजी एस्तेर के माध्यम से उत्पन्न एक इतिहास हम दूसरे भाग में देख सकते ഒരു हैं. സാധാരണ ജോലിക്കാരനെങ്കിലും ഉന്നത ചിന്തയുള്ളവനായിരുന്നു മോർദെഖായി. काम साधारण था, लेकिन सोच बहुत ऊंची रखता था मोर्देकाई. രാജാവിനോടും സ്വന്തം കുടുംബത്തോടും നീതി പുലർത്തി. राजा हो, अपना खुद का परिवार हो, वफादारी उसने निभाई. രാജാവിന്റെ ജീവൻ അപകടത്തിലാക്കുവാൻ 2 പേർ രാജാവിനെ വധിക്കുവാൻ തീരുമാനിച്ചപ്പോൾ രഹസ്യമായി ആ വാർത്ത കൊട്ടാരത്തിൽ അറിയിച്ച് രാജാവിനെ രക്ഷിച്ച ചരിത്രം പഠിക്കുന്നു. और जब देखते हैं कि कैसे 2 व्यक्तियों ने जब राजा को मारने का षड्यंत्र रचा, तो चुपके से ये बात का राजा के कानों तक पहुंचाकर कैसे वो उसे बचाता है. ഇനിയും നമ്മൾ പ്രധാന വിഷയത്തിലേക്ക് വരികയാണ്. अब हम प्रमुख विषय में प्रवेश करते हैं. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളാണ്. और ये व्यक्ति इस किताब के मुख्य किरदार हैं. അഹശ്വേരോഷ് രാജാവും കുടുംബവും, यह अर्थक्षेत्र और उसका परिवार, മോർദെഖായിയും എസ്തേറും ചേർന്ന് ഒരു മഹാചരിത്രം ഇവിടെ സൃഷ്ടിച്ചു. और मोर्देकाई और उसका वो जो परिवार है मिलकर एक इतिहास बनाते हैं. ആ വലിയ മഹത്തായ ഒരു ചരിത്രം സൃഷ്ടിക്കുന്നതിൽ പ്രയോഗിച്ച പ്രയോഗമാണ്
ഇങ്ങനെയുള്ള ഒരു കാലം और उस बड़े इतिहास की पृष्ठभूमि के तौर पर एक कथन कहा गया, एक ऐसे समय के लिए। എങ്ങനെയുള്ള കാലം? कैसे समय के लिए? വീണ്ടും നാം ചരിത്രത്തിലേക്ക് ഒന്ന് പോവുകയാണ്. आइए हम दोबारा थोड़ा इतिहास में അത് झांकते हैं। ബൈബിളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. बाइबल में ही मैं आपके ध्यान को लेकर आना चाहूंगा। ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഏറ്റവും ജ്ഞാനികളും ഭരണ നിപുണന്മാരും ചേർന്ന് ഭരണം നടത്തുന്ന ഒരു രാജവംശം. मैंने आपको बताया कि एक ऐसा राजवंश था जहां पर निपुण कुशल व्यक्ति शासन कर रहे थे। നിയമങ്ങളും നിയമാവലികളും വളരെ ശക്തമുള്ള ഒരു ഭരണ സംവിധാനം. एक ऐसा संविधान जहां पर कानून हो या नियम हो कड़े तौर पर लागू किए जाते थे। എന്നാൽ ഇങ്ങനെയുള്ള കാലം എന്നതിൽ ഒന്നാം ഭാഗം എന്താണ്? लेकिन ऐसे समय के आने के पीछे का पहला कारण क्या है? ശക്തമായ ഭരണ നിയമങ്ങൾ ഉള്ളപ്പോൾ രാജകൊട്ടാരത്തിൽ തന്നെ ഭരണലംഘനം, നിയമലംഘനം നടക്കുന്ന ഒരു ചരിത്രം പഠിക്കാം. कड़ा संविधान होने के बावजूद भी महल के अंदर ही संविधान के उल्लंघन की कहानी देख सकते हैं। അവിടെയാണ് നമ്മുടെ വിഷയം. वहीं पर है हमारा मुद्दा। രാജകൊട്ടാരത്തിൽ ഭരണസിരാകേന്ദ്രത്തിൽ രാജകൽപ്പന ലംഘിക്കുന്നവർ, राजमहल के अंदर हैं जो संविधान की नींव रच रहे हैं, वही संविधान को तोड़ने में लगे हैं। അങ്ങനെയുള്ള ഒരു കാലം ഇപ്പോഴും. आज भी ऐसे लोग मौजूद हैं। നിയമസംഹിതകൾ രൂപപ്പെടുത്തുന്നവരും അത് സൃഷ്ടിക്കുന്നവരും തന്നെ നിയമത്തെ ലംഘിക്കുന്ന ഒരു കാലഘട്ടം. आचार संहिता को बनाने वाले, नियमावलियां बताने वाले ही उसका उल्लंघन करने में लगे हैं। മലയാളത്തിൽ ഒരു പ്രയോഗമുണ്ട്, വേലി തന്നെ വിളവ് തിന്നുന്ന കാലം. मलयालम में कहावत है जिसका मतलब है बाड़ा है खुद फसल को खाने लगता है। എന്താണ് ഇവിടുത്തെ പ്രധാന സംഭവം? यहाँ की मुख्य कहानी क्या है? അഗസ്വരേശ് രാജാവിന്റെ രാജ്ഞി അതീവ സുന്ദരിയാണ്. अक्षत्र राजा की जो पत्नी रानी वस्ती बहुत सुंदर है, പക്ഷേ രാജാവ് ഒരു ഓർഡർ ഇട്ടു. लेकिन राजा ने एक आदेश निकाला। താൻ ഒരുക്കി ഒരു മഹാവിരുന്നിൽ उसने एक बड़ी जेवनार भोज किया തന്റെ ഭാര്യയുടെ സൗന്ദര്യം ലോകത്തിന് മുമ്പിൽ ഒന്ന് കാണിക്കാം. और उस जेवनार में उसके मन में आया कि पत्नी की सुंदरता दुनिया को दिखाई जाए। ഇന്നത്തെ പല പുരുഷന്മാരും കൊണ്ട് ഭാര്യയെ ഇടിച്ചു താത്ത് എത്രയും മോശമായി കാണിക്കാനാണ് ശ്രമിക്കുന്നത്. आज के पुरुषों की बात करें, सुंदर लगती है तो भी दबाकर इतना अंदर फंसा देंगे कि सुंदरता को बदरूप बना देंगे। വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഭാര്യയെ എത്ര തേജോവധം ചെയ്യാമോ അതുപോലെ ചെയ്യുന്ന ഒരു കാലഘട്ടം. शब्दों के लात मार की जरूरत नहीं है, शब्दों से ही महिमा मंडन करने वाले बहुत सारे पुरुष हमारे बीच में विद्यमान हैं। വസ്തി രാജ്ഞിയുടെ ഭർത്താവ് അങ്ങനെയല്ലായിരുന്നു. लेकिन वस्ती रानी का पति ऐसा नहीं था। ഭാര്യയെ സ്നേഹിക്കുന്നവനായിരുന്നു, पत्नी को प्रेम करने वाला था, ബഹുമാനിക്കുന്നവനായിരുന്നു, आदर देने वाला था, സമൂഹത്തിൽ ആദരിക്കുന്നവനായിരുന്നു. समाज में भी वो उसको आदर देता था। പക്ഷെ നേരെ തിരിച്ചായിരുന്നു വസ്തി. लेकिन वस्ती उसके बिल्कुल विपरीत थी। തന്റെ ഭർത്താവിന്റെ വാക്കിന് ഒരു വിലയും കൊടുത്തില്ല. अपने पत्नी के शब्द का लिहाज वो बिल्कुल भी नहीं करती थी। മഹാരാജാവായിരുന്നിട്ട് പോലും ഭർത്താവിന്റെ കൽപ്പന അനുസരിക്കാത്ത വസ്തി. महाराजा था वो, उसकी भी आज्ञा नहीं मानने वाली उसकी खुद की पत्नी वस्ती। അങ്ങനെയുള്ള വസ്തിമാർ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ऐसी कोई वस्तियां यहाँ पर भी बैठी हैं? ഇങ്ങനെയുള്ള കാലം. ऐसा था वो समय। നിങ്ങൾ മൗനമാകുന്നല്ലോ. आप बड़े चुप हो गए। എങ്ങനെയുള്ള കാലം? कैसा समय? ഒരാൾ ബഹുമാനിക്കുമ്പോൾ മറ്റാൾ നിഷേധിക്കുന്നു. एक व्यक्ति आदर कर रहा है तो दूसरा उसका निषेध कर रहा है। ഇന്ന് ഇന്ത്യയുടെ സ്ഥിതി ഇത് തന്നെയാണ്. आज भारत की भी तो हालत यही है। കുടുംബ ബന്ധത്തിൽ അതിന് പ്രത്യേകതകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. पारिवारिक संबंधों का तूल नष्ट होता चला जा रहा है। അനുസരിക്കാത്ത ഭാര്യയും ബഹുമാനിക്കുന്ന ഭർത്താവും ഒരു ഭാഗത്ത്. एक तरफ जब आज्ञा नहीं मानने वाली पत्नी और आदर करने वाला पति एक ही छत तले है। സ്നേഹിക്കുന്ന ഭർത്താവാണ്, प्रेम करने वाला पति है,
പക്ഷേ അത് ഉൾക്കൊള്ളാത്ത ഭാര്യ, लेकिन उसको समझ नहीं पा सकने वाली पत्नी। രാജസദസ്സിൽ എല്ലാവർക്കും വരാൻ അവകാശമില്ല. राजा के सामने आने का अधिकार हर किसी के पास नहीं है। കൂറുകളുടെ ക്രമപ്രകാരം ചെങ്കോൽ കാണിക്കുമ്പോൾ മാത്രമേ ഈ രാജസന്നിധിയിലേക്ക് ആർക്കെങ്കിലും ചെല്ലാൻ അവകാശമുള്ളൂ. नियुक्त दिन में वो भी राजदंड दिखाने पर ही किसी को अनुमति मिलती थी कि राजा के सामने आए। സുന്ദരികളും രൂപവതികളുമായ അനേക യൗവനക്കാർ അവസരം കാത്തിരിക്കുമ്പോഴാണ് വസ്തി രാജ്ഞി അത് നഷ്ടപ്പെടുത്തുന്നത്. सुनिएगा कि जब बहुत सारी रूपवतियां और सुंदर लड़कियों को मौका आप परस्ती तैयार थी, वस्ती उस मौके को खो देती है। ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു ചോദ്യം കൂടിയുണ്ട്. बीच बीच में एक सवाल भी उठता है, അർഹിക്കാത്ത അവസരങ്ങൾ കിട്ടുമ്പോൾ അത് പ്രയോജനപ്പെടുത്തുന്ന എത്ര രാജ്ഞിമാരുണ്ട്? कितनी रानियां यहाँ पर ऐसी बैठी हैं, जब मौका मिलता है अयोग्य होने के बावजूद भी तो लाभ उठाते हैं हम। നിഷേധിച്ചു കളയുന്ന ഒരു ഗ്രൂപ്പ്, एक ऐसा समूह है कि मिलने पर भी छोड़ देने को तैयार है वो। അതുകൊണ്ടാണല്ലോ ഡിവോഴ്സിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത്. इसीलिए तो आज तलाक का आंकड़ा बढ़ता चला जा रहा है। കനാലിലും മരത്തിന്റെ മുമ്പിലും ട്രെയിനിന്റെ മുമ്പിലും ഒക്കെ ജീവിതങ്ങൾ ഹോമിക്കപ്പെടുന്നത് എന്താണ് കാരണം? नहरों में पटरियों पर अपनी जिंदगी को हर लेने के पीछे का कारण क्या है? അനുസരണമില്ല, പരസ്പര ബഹുമാനമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ജീവിതം. आज्ञा नहीं मानने वाले, एक दूसरे का आदर नहीं करने वाले दंपतियों की जिंदगी है कारण। പക്ഷേ വസ്തി അനുസരണം കെട്ട് കഴിഞ്ഞാൽ രാജാവിന് ഒരു ചുമതല പിന്നുണ്ട്. और यहाँ पर यदि वस्ती आज्ञा का उल्लंघन करती है तो राजा के पास एक और जिम्मेदारी है। അനുസരിക്കാത്തവളെ പരസ്യ വിചാരണ ചെയ്യുന്ന ഭർത്താവ്. और ये पति ऐसा था कि आज्ञा नहीं मानने वाले का सार्वजनिक मुकदमा करवाने वाला पति। തന്റെ കൽപ്പന അനുസരിക്കാത്ത വസ്തി രാജ്ഞിയെ ഒരു സമൂഹ തനിക്ക് ആലോചന തരുന്നവരോട് ചോദിച്ചു ഇവളെ എന്ത് ചെയ്യണം? तो जब उसकी पत्नी ने आज्ञा नहीं मानी तो कुछ लोगों के झुंड से उसने पूछा, बताओ तो सही इसके साथ क्या किया जाए। നിങ്ങൾ ബൈബിളിൽ തന്നെ ഞാൻ ഒരു മറുപടി തരാം. പിന്നീട് വായിച്ച 1-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. आप पहले अध्याय के 14 से नीचे के पद पढ़ सकते हैं। उसके पास कर्शना, शेतार, अदमाता, तरशीस, मेरेस, मरसना और ममुकान नामक फारस और मादे के 7 प्रधान थे जो राजा का दर्शन करते और राज्य में मुख्य पदों पर नियुक्त किए गए थे। राजा ने पूछा, रानी वस्ती ने राजा शेर्स की खोजों द्वारा दिलाई हुई आज्ञा का उल्लंघन किया है, तो नीति के अनुसार उसके साथ क्या किया जाए। ഒരു പരസ്യ വിചാരണയ്ക്ക് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഈ രാജ്ഞിയെ രാജാവ് നയിക്കുകയാണ്. एक सार्वजनिक मुकदमे के लिए, सबके सामने उसकी सुनवाई करवाने के लिए राजा वस्ती को बुलाता है। നമുക്ക് ലഭിച്ചിരിക്കുന്ന പദവികൾ എത്ര ഉന്നതമാണെങ്കിലും അനുസരണക്കേട് കാണിച്ചാൽ പദവികൾ നഷ്ടപ്പെടും. सुनिएगा, हमें चाहे कुर्सी कितनी भी बड़ी क्यों न मिली हो, अनाज्ञाकारिता आ गई, पता भी नहीं चलेगा कब वो खिसक के चली गई। ഏദൻ പറുദീസയിൽ എന്താണ് സംഭവിച്ചത്? अदन की वाटिका में क्या हुआ? ദൈവത്തിന്റെ കൽപ്പനയെ മനുഷ്യൻ ലംഘിച്ചു. परमेश्वर की आज्ञा का उल्लंघन मनुष्य ने किया। ദൈവം അരുത് എന്ന് പറഞ്ഞതിനെ ഭക്ഷിച്ചു. परमेश्वर ने जिसको मना किया था उसने खा लिया। അരുതാത്ത സ്ഥലത്തിന്റെ കീഴിൽ വാസം തിരഞ്ഞെടുത്തു. ऐसी जगह पर रहना पसंद किया जहां पर रहना मना था। ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. एक व्यक्ति की अनाज्ञाकारिता से अनेक लोग पापी बन गए। ഇന്നും പദവികൾ നഷ്ടപ്പെടുത്തുന്നത് അനുസരണക്കേടിന്റെ ഫലമായി ദൈവമുമ്പാകെയുള്ള അനുഗ്രഹങ്ങൾ മനുഷ്യന് നഷ്ടം വരുന്നു. आज भी अनाज्ञाकारिता के कारण पदों को खोलने की वजह से आशीषें मनुष्यों की उनके हाथों से खत्म हो रही हैं। ഒരു കാര്യമുണ്ട്, രാജാവിന്റെ കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ പിന്നീട് ദയ അവിടെ ഇല്ല, അവിടെ നിന്നും ഒഴിവാക്കി കളയും. और एक बात पक्की है, राजा की आज्ञा नहीं मानी, फिर उसके बाद में विकल्प दया का बिल्कुल भी नहीं है, उसे हटा दिया जाता है। ഞാൻ പറയട്ടെ, രാജ്യത്തിന്റെ വിസ്തൃതിയുണ്ട്, ഭരണ മികവുണ്ട്, പ്രഗത്ഭരായ ഭരണാധികാരികൾ കൂടെയുണ്ടെങ്കിലും
കൊട്ടാരത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുന്നു. लेकिन सुनिएगा, इतने अच्छे प्रधान वहां पर हैं, कुशल कारीगर हैं, एक अच्छा राज्य व्याप्ति का तंत्र तैयार है, लेकिन महल के अंदर ही उनका माहौल मेल बिगड़ चुका है. നമ്മുടെയൊക്കെ ഭവനം നമ്മുടെ കൊട്ടാരമാണ്. हमारा घर हमारा महल है. ഒരു ഭവനം അനുഗ്രഹികമാകുന്നത് എങ്ങനെയാണ്? एक घर आशीषित कैसे होता है? കല്ലും മരവും വസ്തുക്കളും ഉണ്ടെങ്കിൽ ഒരു വീട് പണിയാം. एक ईंट पत्थर या लकड़ी से एक भवन को बनाया जा सकता है, എന്നാൽ ഭവനം പണിയുന്നത് ഹൃദയത്തിന്റെ ഐക്യത കൊണ്ടാണ്. लेकिन परिवार का जन्म, परिवार का निर्माण दिल की एकता से होता है. ഒരു വീട് പണിതാൽ പെയിന്റിംഗ് കൊണ്ടും ഫർണിച്ചറുകൾ കൊണ്ടും ആധുനിക സംവിധാനങ്ങൾ കൊണ്ടും അത് മനോഹരമാക്കാം. घर बनाया जाता है तो लकड़ी के समान हो या दूसरी सुविधाओं से उसे सजाया जा सकता है, എന്നാൽ വിപണിയിൽ കിട്ടുന്ന വസ്തുക്കളെ കൊണ്ട് ഭവനത്തിൽ സമാധാനവും ഐശ്വര്യവും ഉണ്ടാക്കുവാൻ കഴിയത്തില്ല. लेकिन इन खरीदी जा सकने वाली चीजों से घर के अंदर की शांति को, मेल को नहीं बनाया जा सकता. അത് കുടുംബജീവിതത്തിന്റെ പവിത്ര സൂക്ഷിക്കുന്നിടം മാത്രം. और वो कभी वो वहीं पर आता है जहां परिवार की पवित्रता को संभाल के रखा जाता है. പരസ്പര ബഹുമാനവും സ്നേഹവും നിർമ്മലമായ ഹൃദയത്തോടുള്ള പെരുമാറ്റവും ഉള്ളിടത്ത് അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കൊട്ടാരം. अपनी जिंदगी का सबसे बड़ा महल पता कौन सा है? जिस घर के अंदर आपसी प्रेम, आपसी आदर है और एक दूसरे को महत्व दिया जाता है. ഭവനത്തിന്റെ വിസ്തീർണം ഒരു ഐശ്വര്യത്തിന്റെ അടിസ്ഥാനമല്ല, പകരം അവിടെ ദൈവകൃപയുടെ പ്രവാഹത്തിൽ മാത്രമേ ജീവിതം ധന്യമാകുന്നുള്ളൂ. परिवार का विस्तार आने वाली चीजों का भरना नहीं, परमेश्वर के अनुग्रह में चलना होता है. 127 സംസ്ഥാനങ്ങളുടെ അധിപൻ ഇപ്പോഴിതാ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളായി ഭാര്യയെ ഒഴിവാക്കുന്നു. അടുത്ത ഒരു വിഷയത്തിലേക്ക് പോകുന്നു. 127 प्रांतों पर राज करने वाले के घर के अंदर दिक्कत खड़ी हो गई है. എന്നാൽ ഈ രാജ്യത്തിന് വേറൊരു ദോഷവുമുണ്ട്. लेकिन इसी राज्य में एक और कमी है. ഈ രാജാവിന് ഉപദേശം കൊടുക്കുന്ന ഒരു മഹാനുണ്ട്. यहाँ पर इस राजा को नसीहत, उपदेश देने वाला एक महान व्यक्ति है. അവന്റെ പേര് ഹാമാൻ എന്നാണ്. उसका नाम है हामान. ഇസ്രായേലിന്റെ മുഖ്യ ശത്രുവായ അമാലേക്കിന്റെ പിന്തുടർച്ചക്കാരനാണ്. और इसराइलियों का मुख्य दुश्मन अमालेकियों का वंशज है ये हामान. യഹൂദ വംശത്തോട് ഭയങ്കരമായ വൈരാഗ്യം പുലർത്തുന്നത്, यहूदी वर्ग के प्रति नफरत से भरा हुआ व्यक्ति है ये. വംശീയ വെറിയുള്ളവൻ. वर्गीय भाव, विपरीतता उसके अंदर है. അതിന് രാജാവിനോട് ഉപദേശം കൊടുക്കുന്ന ഹാമാൻ. और ऐसा राजा को नसीहत देने वाला हामान. വൈരാഗ്യ ബുദ്ധിയുള്ളവൻ രാജാവിനോട് ചേർന്ന് നിന്നാൽ ആ രാജ്യവും നശിക്കും. बैर से भरा हुआ राजा से मिलता है तो वो राज खत्म हो जाता है. നമ്മുടെ കുടുംബങ്ങൾ ഐശ്വര്യപ്പെടണമെങ്കിൽ हमारे परिवार में यदि हम खुशहाली चाहते हैं, 101 സങ്കീർത്തനം ഒന്ന് വായിച്ചു നോക്കുക. സങ്കീർത്തനം 101. 101 भजन संहिता पढ़कर देखिएगा. നമ്മുടെ കുടുംബങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കണമെങ്കിൽ, हमारे परिवार में यदि हम उन्नति चाहते हैं ജീവിത സ്വഭാവം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ പ്രതിഷ്ഠ ഇതായിരിക്കണം. और हमारी जिंदगी ऐसी होनी चाहिए, हमारा समर्पण ऐसा होना चाहिए. ഒന്ന് വായിക്കാമോ? 101 സങ്കീർത്തനം 4 മുതലുള്ള വാക്യങ്ങൾ. 101 का 4 से नीचे 3 വാക്യം മുതൽ 3 से मैं पढ़ना चाहूंगा. मैं किसी ओछे काम पर चित्त नहीं लगाऊंगा, मैं कुमार्ग पर चलने वालों के काम से घिन रखता हूं, ऐसे काम में मैं नहीं लगूंगा. टेढ़ा स्वभाव मुझसे दूर रहेगा, मैं बुराई को जानूंगा भी नहीं. जो छिपकर अपने पड़ोसी की चुगली खाए उसका मैं सत्यानाश करूंगा. जिसकी आंखें चढ़ी हुई हो, जिसका मन घमंडी हो, उसकी मैं नहीं सहूंगा. എന്റെയും നിങ്ങളുടെയും ഭവനം ഐശ്വര്യപൂർണ്ണമാകണമെങ്കിൽ, आप अपने और मेरे परिवार को
ऐश्वर्य से भरा हुआ बनाना चाहते हैं, നീചകാര്യങ്ങൾ പറയുന്നവനെ കൂട്ടിന് വരുത്തരുത്. तो ऐसी टेढ़ी बातों को बताने वाले व्यक्ति को अंदर मत आने देना, दोस्ती मत करना. കൂട്ടുകാരനെ കുറിച്ച് ദൂഷണം പറയുന്നവനെ ഞാൻ വച്ചു പൊറിപ്പിക്കുകയില്ല. दोस्त के बारे में चुगली करने वाले के साथ मैं रिश्ता नहीं रखूंगा. ഉന്നത ഭാവവും നിഗള ഹൃദയവുമുള്ളവരെ ഞാൻ സഹായിക്കുകയില്ല. जिसकी आंखें चढ़ी हुई हो, मन घमंडी हो, उनको मैं उनकी मदद नहीं करूंगा. ദേശത്തിലെ വിശ്വസ്തന്മാർ എന്റെ കൂടെ പാർക്കും. मैं उस जगह के विश्वास योग्य लोगों के साथ रहूंगा. നമ്മുടെ കുടുംബം ഐശ്വര്യപൂർണ്ണമാകണമെങ്കിൽ हमारे परिवार को यदि हम खुशहाल बनाना चाहते हैं, ഈ പ്രതിഷ്ഠാ ജീവിതം നമുക്കുണ്ടാകണം. तो ऐसे समर्पण की जिंदगी हमारी होनी चाहिए. മറ്റുള്ളവരെ നശിപ്പിക്കണമെന്ന് ചിന്താഗതിയുള്ളവൻ നമ്മുടെ കൂടെ പാർക്കുവാൻ പാടില്ല. दूसरों को नाश करने का मन जिसके अंदर है, उनके साथ हमारी दोस्ती नहीं होनी चाहिए. അഹശ്വേരോശിന്റെ കൊട്ടാരത്തിൽ രാജാവിനോട് ബന്ധപ്പെടുന്ന ഒരുത്തൻ ഈ ടൈപ്പായിരുന്നു. अर्थक्षेत्र राजा के साथ मेलजोल करने वाला व्यक्ति भी इसी किस्म का था. അവന്റെ സ്വഭാവം എന്താണെന്ന് അറിയാമോ? उसका स्वभाव पता क्या था? 3-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ. हाँ, उसके 3 अध्याय के 5 से नीचे हम पढ़ सकते हैं. ദയവായി ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നതിന്റെ അടിസ്ഥാനം ഈ വിശുദ്ധ തിരുവെഴുത്ത് തന്നെയാണ്. मैं जो कुछ भी कह रहा हूं उन सब का आधार पवित्र बाइबिल है. ഇങ്ങനെയുള്ള ഒരു കാലം, ऐसा एक समय, മൊർദെഖായി ഇത് പറയുന്ന ആ സന്ദർഭകാലം, और मोर्देखाई उस समय के बारे में बता रहा है, അതുപോലൊരു കാലമാണ് ഇപ്പോഴും എന്നാണ് ഞാൻ പറയുന്നത്. और मैं बता रहा हूं कि वैसा ही समय आज का भी समय है. എന്താണ് ഹാമാൻ എന്ന മഹാന്റെ സ്വഭാവം? हामान नामक व्यक्ति का स्वभाव क्या है? 3-ാം അധ്യായത്തിന്റെ 5-6 വാക്യം. हम 3 अध्याय का 5 और 6 पढ़ेंगे. जब हामान ने देखा कि मोर्देखाई नहीं झुकता न मुझको दंडवत करता है, तो बहुत ही क्रोधित हुआ. उसने केवल मोर्देखाई पर हाथ उठाना, अपनी मर्यादा से कम जाना, क्योंकि उसे बता दिया गया था कि मोर्देखाई किस जाति का है. उसने हामान ने क्षेर्ष के राज्य में रहने वाले सारे यहूदियों को मोर्देखाई की जाति जानकर नष्ट कर डालने की युक्ति बनाई. ഓക്കെ, ഒരു ജാതിയെ നശിപ്പിക്കാൻ वैराग्य बुद्धिയുള്ള हामान, एक पूरी जाति को खत्म करने का बैर भरा पड़ा था उसमें. ഇത് ഹാമാൻ തുടങ്ങി വെച്ചതല്ല. हामान ने नहीं शुरू किया था ये बैर. അവൻ അങ്ങനെ തന്നെ ജനിച്ചവനാ. उसका जन्म ही ऐसे लोटे में हुआ था. അവന്റെ വംശപാരമ്പര്യം തന്നെ മനുഷ്യർക്ക് ദോഷം ചെയ്തിട്ട ചരിത്രമേ ഉള്ളൂ. उसके वंश को देख लें तो केवल लोगों का नुकसान पहुंचाने के अलावा कुछ किया ही नहीं उन्होंने. അങ്ങനെ ചില മനുഷ്യരുണ്ട് എല്ലായിടത്തും. ऐसे कुछ लोग हर जगह पर पाए जाते हैं. മറ്റുള്ളവർക്ക് ദോഷം മാത്രം ചിന്തിക്കുന്നവർ. उनके हाथों मुंह से जो निकलता है नुकसान ही निकलता है. ഞാൻ ഒഴികെ ബാക്കി ആരും നല്ലവരില്ല എന്ന് ചിന്തിക്കുന്നവർ. वो ऐसा सोचते हैं, भैया मैं ठीक बाकी सारे खराब. ഹാമാൻ എന്ന ഞാൻ മാത്രം ബഹുമാനത്തിന് യോഗ്യനെന്ന് ചിന്തിക്കുന്നവർ. ऐसे सोचने वाले लोग, मैं हूं हामान, आदर केवल मेरे को मिलना चाहिए. ഈ ഹാമാൻ മൊർദെഖായിയോടുള്ള വിരോധത്തിന്റെ ഒരു വാക്ക് എന്നെ പ്രത്യേകം ചിന്തിപ്പിച്ചു. यहाँ पे हामान का मोर्देखाई के खिलाफ जो बैर था, उसका एक वचन मैंने पढ़कर मैंने सोचना शुरू किया. ഹാമാന്റെ മുമ്പിൽ വണങ്ങാത്ത മൊർദെഖായിയെ മാത്രം കൊല്ലാൻ ഒക്കത്തില്ല, അത് പുച്ഛമായി തോന്നിയെന്നാണ് ആറാം വാക്യം. वहां पे लिखा हुआ है कि जब हामान ने देखा कि मोर्देखाई नहीं झुक रहा, तो केवल मोर्देखाई को मारना अपनी मर्यादा से में कम समझा उसने. അതൊരു പുച്ഛമായി തോന്നിയെന്ന്. उसे लगा केवल उसको मारना छोटी बात हो जाएगी. അതുകൊണ്ട് മൊർദെഖായിയുടെ വംശത്തെ തന്നെ തകർത്തു കളയുവാൻ ഹാമാൻ തീരുമാനിച്ചു. इसलिए मोर्देखाई की पूरी जाति को खत्म करने की योजना बनाई. ഇങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. हम भी तो एक ऐसे ही समय में आन पहुंचे हैं. ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഒരുത്തനെ മാത്രമല്ല, मसीह विश्वास करने वाले एक व्यक्ति के पीछे नहीं, ഈ വിശ്വാസ സമൂഹത്തെ ഒന്നടങ്കം ഭൂമിയിൽ നിന്നും മാറ്റുവാൻ പ്രതിജ്ഞാബദ്ധരായി ഇറങ്ങുന്ന ഒരു സമൂഹം. पूरे के पूरे मसीही जगत को भी मिटा देने की कसम खाकर निकल पड़े कुछ लोग. എന്റെ ഭാഷ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ?
आपने मेरी भाषा समझी है? ഏതാണ് ഈ കാലഘട്ടം? कौन सा है ये समय? യഹൂദ വംശത്തെ മുഴുവൻ തകർക്കുവാൻ ശ്രമിച്ച ഹാമാനെ പോലെ पूरी यहूदी जाति को नाश करने की युक्ति बनाने वाले हामान के समान ക്രിസ്തീയ വിശ്വാസത്തെ മുഴുവൻ തകർത്ത് കളയുവാൻ ഒരുങ്ങുന്ന ഒരു സമൂഹം. पूरे मसीहत को, मसीह समाज को नष्ट करने की फिराक में पड़ा है एक वर्ग. അതിന് ശാഖകൾക്ക് നിർദ്ദേശം കൊടുക്കുന്നു. उसके लिए शाखाओं को आदेश दिया जाता है. മൃഗീയമായ ഉപദ്രവങ്ങൾ കൊണ്ട് ക്രിസ്ത്യാനിത്വത്തെ അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. बड़े ही क्रूरतम तरीकों का इस्तेमाल कर मसीहत को मिटाने की कोशिशें लगी पड़ी हैं. ദൈവത്തിന്റെ ജനത്തെ ഉന്മൂലനാശം വരുത്തുവാൻ ആദ്യം മുതൽ തന്നെ പ്രവൃത്തി തുടരുന്നു. परमेश्वर के लोगों को खत्म करने की योजना शुरुआत से ही चलती आ रही है. ഇസ്രായേൽ യഹൂദ എന്ന ജാതി ഈ ഭൂമുഖത്ത് ഉണ്ടാകരുത് എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന വലിയ സമൂഹം ഇന്ന് ഈ ഭൂമിയിലുണ്ട്. इस्राएल यहूदी इत्यादि वर्ग को धरती पर से मिटा देने की कोशिश और फिराक में लगा हुआ एक समूह आज भी तैयार है. അത് ഇന്ന് തുടങ്ങിയതല്ല, 2500 വർഷങ്ങൾക്ക് മുമ്പുണ്ട്, അതിനും മുമ്പുണ്ട്. और ये आज या कल शुरू नहीं हुआ, हजारों साल पहले, 2500 साल पहले ही इसकी शुरुआत हो गई थी. എന്നാൽ ഈ സമൂഹത്തെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. लेकिन सुनिएगा, इस समाज को बिगाड़ने की, नाश करने की ताकत किसी में भी नहीं हुई है. നാം സ്വീകരിച്ചു പറയുന്ന ക്രിസ്തീയ വിശ്വാസത്തെ തകർക്കുവാൻ ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. हम जिस मसीह विश्वास को अपना चुके हैं, उसको मिटाने की ताकत यहाँ की किसी ताकत में नहीं है. ഇതിന് പരിശ്രമിച്ചവർ ലജ്ജിതരായി പോയിട്ടേ ഉള്ളൂ. जिन्होंने कोशिश करी तो केवल खुद लज्जित हो गए. ഇത് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. यदि आप विश्वास करते हैं तो यीशु मसीह का धन्यवाद करें. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തീയ വിശ്വാസം ഭൂമിയിലെ മനുഷ്യന്റെ ആശയമല്ല. क्योंकि मसीही विश्वास धरती के मनुष्य का विचार नहीं है. അവസരത്തിനൊത്ത് ഇവിടെ സൃഷ്ടിച്ചതല്ല. यहाँ कुछ बनाकर तैयार किया गया तंत्र नहीं है मसीहत. ഇത് സ്വർഗത്തിൽ രൂപപ്പെട്ട വിശ്വാസമാണ്. इसकी परिकल्पना स्वर्ग में हुई है. ഹല്ലേലൂയ. हालेलुया. സ്വർഗീയത്തിൽ നിന്നും രൂപപ്പെട്ട വിശ്വാസം തന്റെ പുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് നമ്മെ പഠിപ്പിച്ചു. स्वर्ग में जो बना था विश्वास, पुत्र यीशु ने धरती पर आकर हमें सिखाया. ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഇത് നമ്മെ പഠിപ്പിച്ചവൻ തന്നെ തന്റെ ജീവൻ ബലിയർപ്പിച്ച് ഇതിനെ വളർത്തിയെടുത്തതാണ്. इस विश्वास की खासियत पता क्या है? जिसने सिखाया खुद उसने अपनी जान देकर इसे बढ़ाया. ഹല്ലേലൂയ. हालेलुया. കഴുകുമരത്തിനോ काठ का कोई पेड़ क्यों ना हो, തോക്കുകൾക്കോ बंदूकें क्यों ना हो, പീഡനമുറകൾക്കോ सताव की श्रृंखला क्यों ना हो, ക്രിസ്തീയ വിശ്വാസത്തെ തകർക്കാൻ സാധിക്കത്തില്ല. मसीह जगत को कोई भी मिटा नहीं सकता है. ഞാൻ നിങ്ങളോട് ഹല്ലേലൂയ हालेलुया. ഞാൻ നിങ്ങളോട് പറയട്ടെ, मैं आप सबसे एक बात कहूं, ഒരു തീക്കട്ടയിൽ ഒരു അടി കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്? यदि आग के अंगारे पर कोई मारता है तो क्या होता है? എന്ത് സംഭവിക്കും? क्या होता है बताइएगा? ആ തീക്കഷണങ്ങൾ ചിതറിത്തെറിക്കും. वे आग के वो चिंगारियां बनकर चितर जाती हैं അത് ചെല്ലുന്നിടത്തൊക്കെയും കത്തിക്കും. और जहां जहां जाती हैं वहां भी जलाना शुरू कर देती हैं. ആമേൻ. हालेलुया. ഹല്ലേലൂയ. हालेलुया. ഇതാണ് നാം പ്രാപിച്ചിരിക്കുന്ന വിശ്വാസം. यही है विश्वास जो हमने पाया है. ഹാമാന് പുച്ഛം തോന്നി. हामान को तुच्छ लगा. മോർദെഖായിയുടെ വംശത്തെ തകർക്കുവാൻ ശ്രമിച്ചു. मोर्देकाई की जाति को नाश करने की कोशिश की. എന്നാൽ അല്പം മുമ്പേ നാം കേട്ടതുപോലെ लेकिन जैसा हमने थोड़ी देर पहले सुना, ദൈവം ആരംഭിച്ചതിനെ ദൈവം സംരക്ഷിക്കും. जिसकी शुरुआत परमेश्वर करता है उसकी सुरक्षा परमेश्वर देता है. ഹല്ലേലൂയ. हालेलुया. ഏത് സ്റ്റേറ്റിലാണെങ്കിലും ഏത് ഭവനത്തിലാണെങ്കിലും ഈ സ്വർഗീയ വിശ്വാസം അടിസ്ഥാനമിട്ടോ അതിനെ സംരക്ഷിക്കുവാൻ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന് കഴിയും. चाहे किसी भी राज्य में हो या किसी भी घर में हो,
जिसने इसकी शुरुआत करी है वही परमेश्वर इसे सुरक्षित रखेगा। എന്നെ ചിന്തിപ്പിച്ച കാര്യം ഇതാണ്. मैंने ये बात इसमें से सोची, മോർദെഖായിയെ മാത്രം നശിപ്പിച്ചത് പുച്ഛമായി തോന്നി. उसे मोर्देकाई को ही मारना कम लगा അവൻ വീണ്ടും അതിനുവേണ്ടി ഒരു ദുർബുദ്ധി രാജാവിന് കൊടുക്കുക. और उसी एक बड़ी योजना के अनुसार राजा को नसीहत देना शुरू करता है। എന്താണെന്നറിയാമോ ദുഷ്ടൻ എപ്പോഴും ചെയ്യുന്നത്? आपको पता है दुष्ट व्यक्ति हमेशा क्या करता है? നമ്മുടെ പ്രമാണത്തെ ചോദ്യം ചെയ്യുക. हमारी व्यवस्था के ऊपर उंगली उठाता है। ക്രിസ്തീയ വിശ്വാസത്തിന് ഒരു പ്രമാണമുണ്ട്. मसीहत का भी एक संविधान है। അബദ്ധജടിലങ്ങളായ സാങ്കല്പികമായ വിശ്വാസമല്ല നമുക്കുള്ളത്. ऐसे ही गलत फहमियों से गलतियों से बना हुआ संविधान नहीं है हमारी आचार संहिता। നമുക്കൊരു പ്രമാണമുണ്ട്. हमारा एक खुद का संविधान है। അത് സ്വർഗ്ഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ജീവന്റെ വചനമാണ്. और ये स्वर्ग में सदा स्थिर रहने वाला जीवन का प्रमाण है। ഹല്ലേലൂയ. അത് ഭൂമിയുടെ ഏത് ഭാഗത്ത് ചെന്നാലും चाहे धरती में आप कहीं पर भी चले जाएं, ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഈ പുസ്തകമാണ്. അതായത് ഹാമാൻ കണ്ടെത്തിയ കുറ്റം രാജാവിന്റെ അടുക്കൽ ചെന്ന് ബോധിപ്പിക്കുന്നത് ഈ ചിതറിക്കിടക്കുന്ന ഈ ജാതി എവരെണ്ണത്തിൽ ചുരുക്കമാണ്. यहाँ पे उस राजा के सामने जाकर हमान ये बात बताता है, ये जो गिनी चुनी जाति है जो लोगों में तितर बितर है, അവർ സംഘടിത ശക്തിയല്ല. वे एक जगह पर एकजुट नहीं है। അവൻ ചിന്തിച്ചു നിഷ്പ്രയാസം അതുകൊണ്ട് തോൽപ്പിച്ചു കളയാം. इसलिए उसने सोचा कि बड़ी आसानी से उनका उन्मूलन किया जा सकता है। അവർ ചിതറിക്കിടക്കുന്നെങ്കിൽ ഒരു പ്രത്യേകത അവർക്കുണ്ട്. लेकिन सुनिएगा, चितर बितर हैं लेकिन कुछ खासियत है उनमें। അവർക്ക് ഒരു ന്യായപ്രമാണമുണ്ട്. उनका एक नियम है, कानून है, അത് മറ്റുള്ളവരുടേതിൽ നിന്നും വ്യത്യസ്തമാണ്. और वो नियम दूसरों से अलग है। Praise the Lord. हालेलुया। നാം പ്രമാണമുള്ള ഒരു വർഗമാണ്. हम ऐसे लोग हैं जिनके अपने नियम हैं। ഹല്ലേലൂയ. हालेलुया। നമ്മുടെ ആരാധനയ്ക്ക് പ്രമാണമുണ്ട്. हमारी आराधना के नियम हैं। നമ്മുടെ കുടുംബ ജീവിതത്തിന് പ്രമാണമുണ്ട്. पारिवारिक जिंदगी के नियम हैं। നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നതിന് പ്രമാണമുണ്ട്. एक राज्य में, देश में जीने के नियम हैं। രാജാവിനോടൊരു നിയമമുണ്ട്. राजा के प्रति नियम हैं। ദൈവത്തിന്റെ സഭയിൽ ഒരു പ്രമാണമുണ്ട്. परमेश्वर की कलीसिया के प्रति नियम है। ഭർത്താവിന് ഭാര്യയോടൊരു നിയമമുണ്ട്. पति का पत्नी के प्रति नियम है। മാതാപിതാക്കൾക്ക് മക്കളോട് പ്രവർത്തിക്കാൻ ഒരു നിയമസംഹിതയുണ്ട്. माता पिता का बच्चों के प्रति नियम दिया गया है। സകലത്തിനും നിയമാവലിയുള്ള ഒരു വിഭാഗമാണ് ക്രിസ്തീയ വിശ്വാസം. हर क्षेत्र में यदि कोई ऐसा विभाग है जिनको नियम दिया गया है, वो मसीही विभाग है। ഇത് നമ്മുടെ ശത്രുവിന് അറിയാം. और ये बात हमारे दुश्मन को भी पता है। അതുകൊണ്ടാണ് ദൈവത്തിന്റെ പ്രമാണത്തെ മുറുകെ പിടിക്കുന്നവരായിരിക്കണം. इसलिए हमें क्या करना है? इस नियम को, इस व्यवस्था को और जकड़ कर पकड़ना है। അവൻ എവിടെ പോയിരുന്നാലും ഈ വചനവിരുദ്ധമായ യാതൊന്നിലും ഭക്ഷണ കാര്യത്തിൽ പോലും അവരൊരിക്കലും വിട്ടുവീഴ്ച ചെയ്തിരുന്നില്ല. उन्होंने देखिएगा कहीं पर भी जगह बदल गई, लेकिन व्यवस्था के खिलाफ, चाहे वो भोजन के मामले में भी क्यों ना हो, उन्होंने कदम नहीं उठाया। ഈ പ്രമാണമുള്ള ജനത്തെ തകർക്കുവാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം, इसी नियम वाले लोगों को नाश करने की कोशिश में पड़ा एक वर्ग, ഇങ്ങനെയുള്ള ഒരു കാലം, एक ऐसा समय, നമ്മുടെ പ്രമാണത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കാലം, हमारे नियमों पर सवाल उठाया जा सकने वाला, उठाने वाला एक समय। ഈ ലോകത്തിലെ വർഗീയ ശക്തികൾ മാത്രമല്ല, അടുത്തൊരു വിഭാഗത്തെയും ഞാൻ ദോഷമായി കാണുന്നുണ്ട്. और यहाँ केवल इस दुनिया की वर्गवादी शक्तियां ही नहीं, एक और विभाग है जो विरोध में खड़ा है। ദുരുപദേശ സമൂഹം, वो समाज है गलत उपदेश बताने वाला समाज। സാമാന്യ ഉപദേശത്തെക്കാൾ ദോഷമാണ് ദുരുപദേശകന്മാർ നിമിത്തം ക്രൈസ്തവ സഭയ്ക്ക് സംഭവിച്ചത്. सामान्य उपदेश से भी खतरनाक है मसीहत है तो भी झूठा उपदेश देने वाला वर्ग।
നിങ്ങൾ ആരും അനങ്ങുന്നില്ല. बड़े ही चुप सन्नाटे में भर गए। ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കുന്ന ഒരു കാലഘട്ടം. परमेश्वर के वचन में मिलाने वाले लोगों का समूह। പരിശുദ്ധാത്മാവിന് ഒരു പ്രവൃത്തിയുണ്ട്. पवित्र आत्मा का एक अपना काम है, പക്ഷേ പരിശുദ്ധാത്മാവിനെ ദുർവിനിയോഗം ചെയ്യുന്ന ഒരു കാലഘട്ടം വർദ്ധിച്ചു. लेकिन उसी के काम को गलत तरीके से उपयोग करने वाला एक समूह। ഞാൻ അവിടെ ഒന്ന് നിർത്തുന്നു. मैं उतना कहकर समाप्त करता हूं बात को। ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം. एक ऐसा समय, ഒന്നും കൂടെ ഞാൻ വരാം. मैं दोबारा बताऊं आपको, എന്താണെന്നറിയാം, കൊട്ടാരത്തിൽ വരെ കൈക്കൂലി വാങ്ങിക്കുന്ന ഒരു കാലഘട്ടം. एक ऐसा समय जहां पर महल के अंदर भी रिश्वतखोरी चल रही है। നിങ്ങളൊന്ന് വായിച്ചേ, पढ़िए आप പ്ലീസ്. ബൈബിൾ ഒന്ന് തുറന്നേ. अपनी बाइबल थोड़ा खोले ना। 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം ഒന്ന് വായിക്കാം. तीसरे अध्याय के 9वें पद को हम पढ़ेंगे। എല്ലാവരും ഒന്ന് ബൈബിൾ തുറന്നാട്ടെ. सब लोग अपनी अपनी बाइबल खोलिए। 9वां अध्याय, यदि राजा को स्वीकार हो तो उन्हें नष्ट करने की आज्ञा लिखी जाए। मैं राजा के भंडारियों के हाथ राज भंडार में 10,000 किक्कार चांदी दे दूंगा। കൈക്കൂലി കൊടുക്കുന്ന ഒരു കാലഘട്ടം. रिश्वत देने वाला समय, അതെവിടെ? കൊട്ടാരത്തിൽ വരെ. और वो भी कहां पर? राजमहल के अंदर। ഇന്നും അങ്ങനല്ലേ? आज भी तो ऐसा ही हो रहा है। മനസ്സിലാക്കിയവരായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. प्रभु का धन्यवाद उन लोगों के लिए जिन्हें समझ आ रहा है। വ്യാജമാർഗത്തിലൂടെ झूठे तरीकों के द्वारा കൈക്കൂലി കൊടുത്ത് സ്ഥാനമാനങ്ങൾ നേടുവാൻ ശ്രമിക്കുന്നവർ, रिश्वत देकर कुर्सी पद को अपनाने वाले लोग രാജകൊട്ടാരത്തിലും ഉണ്ടായി. राजमहल में भी हुआ करते थे। ഹാമാൻ 10,000 താലന്ത് വെള്ളിയാണ് അഹശ്വേരോശ് രാജാവിന്റെ ഭണ്ഡാരത്തിലേക്ക് കൊടുത്തത്. हामान ने राजा के भंडार में 10,000 किक्कार चांदी दी थी। എങ്ങനെയുണ്ട്? सोचकर देखिएगा। അപ്പൊ നല്ല ചിന്തയുള്ളവർ പറയും രാജാവിന്റെ ട്രഷറിയിലേക്കല്ലേ കൊടുത്തതെന്ന്. तो अच्छे विचार सोचने वाले, मतलब हमेशा सकारात्मक सोचने वाले ये कहेंगे राजा के भंडार में तो दिया था। ട്രഷറി ആരുടേതാ? भंडार किसका है? ട്രഷറി ആരുടേതാ? രാജാവിന്റേതാ. ये भंडार किसका है? राजा का है। ചിലർ കൈക്കൂലി കൈകൊണ്ട് വാങ്ങിക്കയില്ല. कुछ लोग रिश्वत सीधा सामने हाथ से नहीं लेते हैं। മേശയുടെ ഡ്രോയ് വലിച്ച് തുറന്നിട്ട് वो पता है क्या करते हैं? मेज का ड्रॉयर खोलकर दिखा देते हैं, അതിലിട്ടിട്ട് പോകും. डालकर चले जाओ। അയാൾ വാങ്ങിച്ചില്ല, उसने कहा लिया, ഡ്രൈവറുടെ കൈ കൊടുത്തിട്ട് പോകും. ड्राइवर को देके चले जाओ। പുതിയ ശാസ്ത്രമൊന്നും ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നില്ല. मैं आपको नए तरीके और नहीं सिखाना चाहता। ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം, एक ऐसा समय, കൈക്കൂലി കൊണ്ട് നീതിയും ന്യായവും അട്ടിമറിക്കുന്ന സമൂഹം, रिश्वतखोरी के द्वारा नीति न्याय को बिगाड़ने वाले लोग। ഞാൻ ഇടയ്ക്കൊന്ന് ചോദിക്കട്ടെ, എൻ്റെ ഭാഷയിൽ നിങ്ങളോട് പറയാനൊക്കാത്ത നന്നായി ജോൺസൺ പാസ്റ്റർ അത് ചെയ്യുന്നുണ്ട് എങ്കിലും ഞാൻ ചോദിക്കുക, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? आपको अच्छी भाषा में वो आपको समझाने की कोशिश कर रहे हैं, इसलिए पूछता हूं दोबारा, समझ में आ रहा है? Yes, praise the Lord. हालेलुया। നമ്മൾ ഒരുമിച്ചൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. क्यों ना प्रभु का मिलकर धन्यवाद करें। ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ एक ऐसा ही समय था वो। ഹല്ലേലൂയ. हालेलुया। രാജകൊട്ടാരത്തിൽ വരെ കൈക്കൂലി, राजमहल के अंदर भी रिश्वतखोरी, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കൈക്കൂലി, कुर्सी पदों के लिए रिश्वतखोरी, സാധുക്കളുടെ ന്യായം മറിച്ചു കളയുവാൻ കൈക്കൂലി, गरीबों के न्याय को पलटने के लिए रिश्वतखोरी, നിരപരാധിയെ കൊന്നു മുടിക്കുവാൻ കൈക്കൂലി. निर्दोषों को मारने के लिए रिश्वतखोरी। പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. लेकिन सुनिएगा अब मेरी बात, ബലഹീനനും ബലവാനും തമ്മിൽ കാര്യമുണ്ടായാൽ സർവശക്തനായ ദൈവം അതിൽ ഇടപെടും. यदि निर्बल और बलवान के बीच में मसला उठ जाए तो परमेश्वर असला अपने हाथ में ले लेता है। ഹല്ലേലൂയ. മോർദെഖായിയുടെ സമൂഹം ചിതറിപ്പാർക്കുന്നുവെങ്കിലും मोर्देकाई का पूरा समाज तितर बितर था, സൈന്യനിരകളുടെ ദൈവമായ യഹോവ അവരോട് കൂടെയുണ്ട്. लेकिन सेनाओं की कतार रखने वाला परमेश्वर उनके साथ था। പ്രവാസത്തിൽ വന്നതായ മോർദെഖായിയും എസ്തേറും बंधुआई में आए हुए मोर्देकाई और एस्तेर,
അവർക്ക് അർഹതയില്ലാത്ത ഒരു സ്ഥാനം ലഭിച്ചു. उनको ऐसी जगह मिली जिसके लिए वो योग्य नहीं थे. വസ്തി രാജ്ഞി തള്ളിക്കളഞ്ഞ സ്ഥാനത്തേക്ക് എസ്തേർ തിരഞ്ഞെടുക്കപ്പെട്ടു. वस्ती को इनकार जहां किया गया वो स्थान एस्तेर को मिला. ഒരിക്കലും അർഹിക്കാത്ത പദവി ലഭിച്ചു. योग्य नहीं थी उसके लिए वो बिल्कुल भी. രാജ്ഞി പദവിയിലേക്ക് എസ്തേർ ഉയർത്തപ്പെട്ടു. रानी के पद पर उसे बिठा दिया गया. എസ്തേർ എന്ന പദത്തിന്റെ പേർഷ്യൻ നാമത്തിന്റെ അർത്ഥം നക്ഷത്രം എന്നാണ്. एस्तेर नामक फारसी नाम का अर्थ नक्षत्र अथवा तारा सितारा है. എസ്തേറിന്റെ എബ്രായ നാമം ഹദേസ എന്നാണ്. और एस्तेर का इब्री नाम हदस्सा है. ചെല്ലുന്നിടത്തെല്ലാം ഈ അടിമകളായി കൊണ്ടുപോകുന്നവർക്ക് പേര് മാറ്റിയിടും. जहां जहां पर भी बंधुआई में लेकर जाते थे सबसे पहले उनका नया नामकरण किया जाता था. യഥാർത്ഥത്തിൽ എസ്തേറിന്റെ പേര് ഹദസ്സ എന്നാണ്. वास्तव में एस्तेर का मूल नाम असली नाम हदस्सा है. രണ്ടാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഇത് വായിക്കുന്നുണ്ട്. दूसरे अध्याय के 7वें पद में आप उसे देख सकते हैं. എന്നാൽ പ്രവാസ ലോകത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ लेकिन जब वो बंधुआई में ले जाए गए അവരറിഞ്ഞോ അറിയാതെ ഇട്ട പേരും വളരെ അർത്ഥപൂർണമായിരുന്നു. उन्होंने जाने अनजाने डाल दिया होगा लेकिन कहीं ना कहीं अर्थ वाला नाम डाल दिया. നക്ഷത്രം नक्षत्र. ഉയരത്തിലാണ് വാസം. सुनिएगा, रहना शोभित- ऊपर होता है. ഹല്ലേലൂയ. हालेलुया. നക്ഷത്രങ്ങൾ എവിടെയാണ്? तारे कहाँ बसते हैं, कहाँ रहते हैं? ആർക്കും കീഴടക്കാൻ ഒക്കത്തില്ല. कोई भी उन्हें वश में नहीं कर सकता. ഉയരത്തിൽ നിന്നത് പ്രകാശിക്കും. ऊंचे पर रहकर वो चमकते हैं. ഹല്ലേലൂയ. हालेलुया. എസ്തേർ പ്രകാശിക്കുവാൻ തുടങ്ങി. एस्तेर ने भी चमकना शुरू किया. അകച്ചൊരു ശൂഷൻ രാജധാനിയിൽ അവൾ ശോഭിക്കുവാൻ തുടങ്ങി. शूशन पूरे राज प्रांत में उसने चमकना शुरू किया. ഇത് മനസ്സിലാക്കി അവളുടെ ചിറ്റപ്പൻ മോർദേഖായി എസ്തേറിനോട് പറയുന്ന വാക്കാണ് നമ്മുടെ കുറുവാക്യം എടുത്തത്. और इसी बात को समझकर मोर्देकाई ने एस्तेर से चंद शब्द कहे थे, वही हमने शुरुआत में पढ़ा. അല്ലയോ എസ്തേറേ, നീ ഭാഗ്യവതിയാണ്. हे एस्तेर, तू सौभाग्यशाली है. നീ രാജ്ഞി സ്ഥാനത്ത് വന്നതിൽ ഒരു ഉദ്ദേശമുണ്ട്. तेरे राज पद पर आने के पीछे एक मकसद है. ഇതിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. इसी काम के लिए तू राज पद पर आई है. ഏതിനായിട്ട്? किस काम के लिए? യഹൂദ വംശത്തെ മുഴുവൻ തകർത്തു കളയുവാൻ ഹാമാൻ പ്ലാൻ ചെയ്തിരിക്കുന്നു. एक तरफ जब हामान पूरे यहूदी वंश को नाश करने की योजना बनाए बैठा है, മോർദേഖായിയെ തൂക്കിക്കൊല്ലുവാൻ കഴിമരം ഒരുക്കി വെച്ചിരിക്കുന്നു. मोर्देकाई को लटकाने के लिए खंबा तैयार कर दिया गया है. നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുവാൻ ഭൂമിയിൽ വേറെ ആരുമില്ല. हमारे लिए बिचवाई करने के लिए दुनिया में और कोई नहीं है. നിനക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ് ഈ ശൂഷൻ രാജധാനിയിലെ പ്രവേശനം. इसलिए शूशन की राजधानी में तुझे जो मौका मिला है वो तेरे सामने एक सौभाग्य നീ है. ഈ സമയത്ത് മിണ്ടാതിരിക്കരുത്. इस समय तू चुप मत रहना. നീ രാജാവിനോട് കാര്യമുണർത്തിക്കണം. तू राजा के सामने बात पहुंचाना. നീ അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ यदि तू इस बात को पहचान कर काम नहीं कर रही, യഹൂദ ജാതിക്ക് മറ്റൊരു ഭാഗത്ത് നിന്ന് ഉദ്ധാരണമുണ്ടാകും. यहूदियों के लिए कहीं न कहीं से तो उद्धार मिल जाएगा, പക്ഷേ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. लेकिन तू और तेरे पिता का घराना नष्ट हो जाएगा. എന്നാൽ നിനക്ക് പ്രവർത്തിക്കുവാൻ കിട്ടിയിരിക്കുന്ന ഒരു നല്ല അവസരമുണ്ട്. लेकिन तुझे अब का समय काम करने का सही समय मिला है. ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് യഹൂദ ജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. परमेश्वर ने तुझे इस पद पर यहूदियों को बचाने के लिए रखा है. ദൈവജനം ഒരു കാര്യം മനസ്സിലാക്കണം. परमेश्वर के लोग एक बात समझिएगा, നമുക്ക് വിരോധമായി 1000 പേര് അവർ രൂപരേഖ തയ്യാറാക്കുമ്പോൾ ഒരുവൻ നമുക്ക് വേണ്ടി ഒരു പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. चाहे हजारों लोग हमारे विरोध में कुछ भी तैयार कर रहे हो, हमारे अपने लिए कोई ऊपर कुछ तैयार कर रहा है. ഹല്ലേലൂയ. हालेलुया. അത് സൈന്യ നിരകളുടെ ദൈവമായ യഹോവയാണ്. और वो और कोई नहीं, सेनाओं का यहोवा परमेश्वर कर रहा है. എന്റെയും നിങ്ങളുടെയും വിടുതലിന് വേണ്ടി സ്വർഗത്തിന് ഒരു പ്ലാൻ ഉണ്ട്. आपके और मेरे छुटकारे के लिए स्वर्ग में योजना बनी हुई है. ആ പ്ലാൻ എങ്ങനെയാണെന്ന് അറിയാമോ? और वो पता है योजना क्या है? ശത്രുവിന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ ദൈവജനത്തിനെ വിടുവിപ്പാനുള്ളവനെ വളർത്തിയെടുക്കും. दुश्मन के महल के अंदर ही अपने लोगों को बचाने वालों को वो खड़ा करता है. ഹല്ലേലൂയ. हालेलुया.
ഇസ്രായേലിനെ വിടുവിക്കുവാനുള്ള മോശയെ ഫറവോന്റെ കൊട്ടാരത്തിൽ വളർത്തിയ ദൈവം നമ്മുടെ ദൈവം. इस्राएलियों को बचाने के लिए पालन पोषण मूसा का महल में करवाने वाला परमेश्वर हमारा परमेश्वर है. ഹല്ലേലൂയ. हालेलुया. അതുപോലെ ഇസ്രായേൽ യഹൂദ ജാതിയെ തകർക്കുവാൻ ഓർഡറിട്ട രാജാവിന്റെ കൊട്ടാരത്തിനകത്ത് രാജ്ഞി പദവിയിൽ ഒരാളിനെ ദൈവം നിയമിച്ചു. इसी प्रकार पूरे वंश को नाश करने की योजना करने वाले महल के अंदर ही रानी का पद देकर एक इस्राएली औरत को सुशोभित किया. യേശുവിനെ സേവിപ്പാൻ ഇറങ്ങിയ വിശ്വാസി ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കട്ടെ. यीशु की सेवा करने के लिए निकल पड़े विश्वासी गणों, एक बात आप सुनिएगा. നിങ്ങളെ കൊന്നുമുടിക്കുവാൻ പ്ലാൻ ചെയ്തവരുടെ മുമ്പിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. जो योजना मारने की बना रहे हैं, डरने की कतई भी आवश्यकता नहीं है, സ്വർഗത്തിലെ ദൈവത്തിന്റെ സംരക്ഷണം നിങ്ങളോട് കൂടെയുണ്ട്. क्योंकि स्वर्ग के परमेश्वर की सुरक्षा आपके साथ है. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. आपके विरुद्ध बना कोई हथियार चल ही नहीं पाएगा. ഹല്ലേലൂയ. हालेलुया. ദൈവം ഒരാളെ വിടുവിപ്പാൻ തീരുമാനിച്ചാൽ, यदि किसी को बचाने की परमेश्वर ठान ले, ദൈവം ഒരു വ്യക്തിയെ ഉയർത്തുവാൻ തീരുമാനിച്ചാൽ, यदि किसी को ऊंचा पद करने का मन बना ले, അതിനെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. उसको हटाने की शक्ति किसी भी शक्ति में नहीं है. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. परमेश्वर हमारा गढ़ और दृढ़ बल है. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. ആ വചനഭാഗം നമുക്ക് ഉറക്കെ ഒന്ന് പ്രഖ്യാപിക്കാം. क्यों न हम इस वचन को ऊंची आवाज में कहें, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. परमेश्वर हमारा गढ़ और बल है. ഹല്ലേലൂയ. हालेलुया. എനിക്ക് ചുറ്റും എന്റെ ഭവനത്തിന് ചുറ്റും ദൂത സൈന്യം കാവലുണ്ട്. मेरे चारों ओर, मेरे घर के चारों ओर स्वर्ग दूतों की कतार निगरानी कर रही है. ഹല്ലേലൂയ. ഹല്ലേലൂയ. हालेलुया. നമ്മൾ കരങ്ങളെ ഉയർത്തി വീണ്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. आइए अपने हाथों को उठाकर यीशु का धन्यवाद करेंगे. ഹല്ലേലൂയ. हालेलुया. ഒരു കാര്യം ഓർത്തുകൊള്ളുക, एक बात याद रखिएगा, മോർദെഖായിക്ക് വിരോധമായി ഉയർത്തിയ കഴുമരത്തിന്മേൽ ശത്രുവായ ദൈവജനത്തിന്റെ ശത്രു തൂങ്ങിക്കിടക്കുന്നു. मोर्देकई के लिए बने उस फांसी के खंबे पर ध्यान से देखिएगा, दुश्मन बन खत्म करने वाला खुद लटका पड़ा है. നിങ്ങൾക്ക് കേൾക്കണമോ? सुनना चाहते हो? ഒരു ദിവസം ഭയപ്പെട്ടിരുന്നതായ യഹൂദ ജാതി एक समय जो जाति डर से भरी पड़ी थी, ഇപ്പോൾ ദൈവം അവർക്ക് അനുകൂലമായി കഴിഞ്ഞപ്പോൾ, आज जब उसी यहूदी के पक्ष में परमेश्वर आ गया, ഇപ്പോൾ യഹൂദനെ കൊണ്ട് ആ സമൂഹം ഭയപ്പെടുവാൻ തുടങ്ങി. आज उसी यहूदी से वहां का समाज डरने लगा. അതുകൂടെ വായിച്ചിട്ട് ഞാൻ നിർത്താൻ പോവുകയാണ്. उसी को पढ़कर मैं समाप्त करूंगा. പ്ലീസ് ബൈബിൾ ഒന്ന് തുറന്നാട്ടെ. अपनी बाइबिल खोलिएगा. 8-ാം അധ്യായം 8वां अध्याय അതിന്റെ അവസാന ഭാഗം 17-ാം വാക്യം. और उसका 17वां पद देखिएगा. और जिस प्रांत और जिस जिस नगर में जहां कहीं भी आज राजा की आज्ञा और नियम पहुंचे, वहां यहूदियों को आनंद और हर्ष हुआ. उन्होंने भोज करके उस दिन को खुशी का दिन माना, और उस देश में बहुत लोग यहूदी बन गए. उनके मन में यहूदियों का डर समा गया. ഹല്ലേലൂയ. हालेलुया. ഇപ്പോൾ യഹൂദന്റെ ശത്രുക്കൾ യഹൂദനെ ഭയപ്പെടുവാൻ തുടങ്ങി. आज यहूदियों के दुश्मन यहूदियों से डरने लग गए. ആമേൻ. हालेलुया. നിങ്ങളുടെ അയൽവാസികൾ, നിങ്ങളുടെ സമൂഹം നിങ്ങളെ ഭയപ്പെടുന്ന ദിനങ്ങൾ വരുന്നു. ऐसे दिन आ रहे हैं, आपके पड़ोसी, आपका समाज आपसे डरेगा. അവർ മനസ്സിലാക്കണം നമ്മളോട് കൂടി സർവശക്തനായ യഹോവ ഉണ്ട് എന്ന്. उन्हें ये पता चले कि हमारे साथ सर्वशक्तिशाली परमेश्वर रहता है. ഹല്ലേലൂയ. हालेलुया. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമോ, हमारा परमेश्वर जीवित परमेश्वर है. നമ്മുടെ ദൈവം സർവശക്തിയുള്ള ദൈവമോ, हमारा परमेश्वर सर्वशक्तिशाली है. അവൻ ഇപ്പോഴും നമ്മോട് കൂടെയുണ്ട്. और आज भी वो हमारे साथ है. യഹൂദ ജാതിക്ക് വേണ്ടി പ്രവർത്തിച്ചവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. यहूदियों के लिए कार्य करने वाला हमारे लिए भी करता है. യേശുവിന്റെ വാഗ്ദത്തം നമുക്കുണ്ട്. यीशु का वायदा हमारे साथ है.
ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി കൈവിടുകയില്ല. मैं तुझे कभी भी अनाथ नहीं छोड़ूंगा. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. आपका मन व्याकुल न हो. ഹല്ലേലൂയ. हालेलुया. ദൈവം നമ്മോട് കൂടെ, परमेश्वर हमारे साथ, വിടുവിക്കുന്നവൻ നമ്മോട് കൂടെ. छुड़ाने वाला हमारे साथ. നമ്മുടെ എതിരാളി നമ്മെ കണ്ട് ഭയപ്പെടുന്ന हमारे ജനങ്ങളുടെ विरोधी हमें देखकर डरने लगेंगे. നമ്മുടെ കർത്താവ്, ഹല്ലേലൂയ. हालेलुया. ഈ മാർഗത്തെ തകർക്കുവാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും इस കഴിയില്ല. विश्वास के मार्ग को नाश करने की शक्ति किसी में आज तक नहीं हुई है. എന്താണ് കാരണം? पता है क्यों? ഇത് സ്വർഗത്തിൽ രൂപപ്പെട്ടത്. इसकी योजना स्वर्ग में बनी है. ഇത് നിത്യനായ ദൈവം പ്ലാൻ ചെയ്തത്. अनंत परमेश्वर ने इसकी योजना बनाई है. സ്വർഗത്തിന്റെ പ്ലാൻ ശാശ്വതമായത്. और स्वर्ग की योजना अनंत होती है. അത് തകർക്കാൻ ആർക്കും കഴിയത്തില്ല. उसको कोई भी नष्ट नहीं कर सकता, बिगाड़ नहीं सकता. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നമുക്ക് മുറുകെ പിടിക്കാം. परमेश्वर के वायदों को हम पकड़े रहें. ഇങ്ങനെയുള്ള ഒരു കാലം, एक ऐसा समय. ഒരു വാക്കുകൂടെ പറഞ്ഞിട്ട്, എങ്ങനെയുള്ള കാലം? कैसा समय? എതിരാളികൾ ഉണ്ടെങ്കിലും സ്വർഗം നമ്മെ സംരക്ഷിക്കുന്ന കാലം. विरोधियों के सामने होने के बावजूद हमें सुरक्षित रखने वाला समय. ഹല്ലേലൂയ. हालेलुया. ഈ കാലഘട്ടത്തിൽ ശക്തിയോടെ സുവിശേഷത്തിന്റെ സാക്ഷികളായി നമുക്ക് നിൽക്കാം. इसी समय में सुसमाचार के गवाह बनकर हम बने रहें. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കും. इन्हीं वचनों के द्वारा प्रभु हमें आशीष दे.